ഹായ്. നിങ്ങളുടെ മക്കൾ എപ്പോഴും നിങ്ങളോട് ഓരോരോ സാധനങ്ങളായിട്ട് തുടരെ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ടോ? ഞാൻ പ്രിയ, കൗൺസിലർ ആൻഡ് സൈക്കോ തെറാപ്പിസ്റ്റാണ്. പാരൻറ്റിങ് ലൈഫ് കോച്ച് കൂടിയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എപ്പോഴും നമ്മളോട് ഓരോരോ സാധനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ തിരക്ക് കൂട്ടുന്നതിനേക്കാൾ മുൻപ് നിങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക്, അവരുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാൻ ശ്രമിക്കുക. ഇതൊരിക്കലും പാരൻസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. കാരണം എന്താണ് പാരൻറ്റിങ് എന്നുള്ളത് നമ്മളെ ആരും തന്നെ പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്ന്, നമുക്ക് കിട്ടിയ പാരൻറ്റിങ്ങിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളെ പാരൻറ്റിങ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പാരൻറ്റിങ് എന്താണ് എന്നറിയാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ. ചിൽഡ്രൻ ഒരിക്കലും അവരുടെ ഒരു ഗ്രീഡി ക്യാരക്ടർ, അല്ലെങ്കിൽ അവർ സ്വാർത്ഥരായതുകൊണ്ടല്ല അവർ സാധനങ്ങൾ ആവശ്യപ്പെടുന്നത്. അവരുടെ ഇമോഷണൽ എംപ്റ്റിനെസ് തീർക്കാൻ വേണ്ടിയാണ്. മാതാപിതാക്കളായ നമുക്ക് തന്നെ അറിയാം, നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള സാധനങ്ങളാവില്ല നമ്മൾ പോലും വാങ്ങിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? ചില നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ അത് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ വേറെ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. കുട്ടികളും അങ്ങനെ തന്നെയാണ്. അവർ ഗ്രീഡി ആയതുകൊണ്ടല്ല, അവർ ഇൻസെക്യൂർ ആയത് കൊണ്ടാണ് അവരിങ്ങനെ ആവശ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പെരുമാറ്റം ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അത് അവർക്കത് പറയാൻ അറിയാത്തത് കൊണ്ട്, അതായത് ദേ ഡോണ്ട് നോ ഹൗ ടു ആസ്ക് ഫോർ കണക്ഷൻ. എനിക്ക് ഇന്നത് വേണം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള ബന്ധമാണ് ആവശ്യമെന്ന് പറയാനായിട്ട് അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സാധനങ്ങൾ ചോദിക്കാനേ അറിയുള്ളൂ. അപ്പോൾ സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു പെയിനിന് കുറച്ച് റിലീഫ് കിട്ടുന്നു. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒന്ന് നമ്മുടെ കുട്ടിയുടെ ഒരു ഇമോഷണൽ സ്പേസിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ ഒരു സ്പേസ് നിറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഭയങ്കര കാമായിരിക്കും, കോൺഫിഡൻ്റ് ആയിരിക്കും. ഈ സ്പേസ് എംപ്റ്റി ആയാൽ കുട്ടി എപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും, അതുപോലെ തന്നെ റെസ്റ്റ്ലെസ് ആയിരിക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറും ആയിരിക്കും. അപ്പോൾ ഗാഡ്ജറ്റ്സ് ആർ നോട്ട് ദ എനിമി, ദേ ആർ ഇമോഷണൽ ഫില്ലേഴ്സ്. എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. മൊബൈൽ മാത്രമല്ല, എന്ത് സാധനവും അവർ അതിന് അഡിക്റ്റ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മെച്യൂർഡായ ആളുകൾ പോലും ഒരു കാര്യത്തിന് അഡിക്റ്റ് ആകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമത്തിൻ്റെ പുറത്താവും, അല്ലേ? ആൽക്കഹോളിക് ആകുന്ന ആൾ എപ്പോഴും പറയും, ഞാൻ ഡ്രിങ്ക്സ് കഴിക്കുന്നത് എൻ്റെ സങ്കടം തീർക്കാനാണ്, അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങളിൽ പ്രശ്നമുണ്ട്, എൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ എൻ്റെ സാമ്പത്തിക അവസ്ഥ പുരോഗമിക്കുന്നില്ല, അതുകൊണ്ടൊക്കെ ആ ടെൻഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ആൽക്കഹോളിക് ആകുന്നത് എന്ന് പറയാറുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ മക്കളും. ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ, മൊബൈൽ ഗെയിം എന്ന് മാത്രമല്ല, ഏത് തരത്തിലുള്ള അഡിക്ഷൻ ആയിരുന്നാലും അവർക്ക് ഒരു ഇമോഷണലി അവർ ഫുൾഫിൽ അല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമോഷണൽ പ്രസൻസിൻ്റെ കുറവ് കൊണ്ടാണ് ഇതുപോലെ, അതായത് പാരൻസുമായിട്ട് കണക്ഷൻ വേണ്ട പോലെ, അവരാഗ്രഹിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ അവർക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഞാൻ സമയം കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നൊക്കെ പാരൻസ് വിചാരിക്കുന്നുണ്ടെങ്കിലും അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഇമോഷണൽ പ്രസൻസ് അവർക്ക് കുറവ് വരുന്നത് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള അഡിക്ഷനിലേക്ക് നീങ്ങുന്നത്. അപ്പം പാരൻസിനോട് ഒന്ന് അവെയർ ആകുക. അതായത് ഇന്നർ കോമ്പസ് എന്താണ് എന്നുള്ളത് ശരിക്കും ഇതിൽ അറിയാനുണ്ട്. ഇന്നർ കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ സെൻസ് ഓഫ് വെർത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയാം. ഇൻറ്റേർണൽ സെൻസ് ഓഫ് വെർത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ
അവനവന് എത്രത്തോളം മൂല്യമുണ്ട് എന്നുള്ളത് കുട്ടി സ്വയം ബോധവാനാകണം. അതായത് എനിക്ക് ഞാൻ മതി, അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു ഫീലിങ്സാണ് ഇന്നർ കോമ്പസ് എന്ന് പറയുന്നത്. ആ ഇന്നർ കോമ്പസ് എപ്പോൾ വീക്കാകുന്നുവോ അപ്പോൾ കോൺഫിഡൻസ് കുറയും, അതുപോലെ തന്നെ കമ്പാരിസൺസ് കൂടും. കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് അവർ പലപ്പോഴും കൺസംഷൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ടൈം അവർ ഗെയിമിന് വേണ്ടി അവർ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കും, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിന് അവർ അഡിക്റ്റ് ആകും, ഫ്രണ്ട്സിൻ്റെ കൂടെ വെറുതെ കറങ്ങി നടക്കാനായിട്ടുള്ള അതും ഒരു അഡിക്ഷൻ തന്നെയാണ്. അങ്ങനെ അതായത് മാതാപിതാക്കന്മാരിൽ നിന്ന് അകന്ന് അവരുടേതായ ഒരു ഇഷ്ടങ്ങളിലേക്ക് മാത്രം പോകുന്ന അവസ്ഥ അത് ഉണ്ടാകും. ഈ ഇന്നർ കോമ്പസ് വീക്ക് ആവുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതായത് ഇന്നർ കോമ്പസ് ആണ് വീക്ക് ആവുന്നതെങ്കിലും കുട്ടി വിചാരിക്കുന്നത് അത് പുറത്താണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഫ്രണ്ട്സിലേക്ക് മാറും, അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡുകളിലേക്ക് അവർ, അതായത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് മാറും. പിന്നെ ഇതുപോലെ തന്നെ ഗാഡ്ജറ്റ്സ് അവർ കൂടുതൽ ടൈം അവർ യൂസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങളിലേക്ക്. പറഞ്ഞാൽ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നർ കോമ്പസ് ആണ് വീക്കാവുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ പുറം ലോകത്ത് ആ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് അങ്ങനെ ശ്രമിക്കുന്നത്. അവരവർ തന്നെ ഇനഫ് ആണ് എന്ന ഫീലിംഗ് വന്നാൽ പുറത്തേക്കുള്ള ആ ഒരു ഹങ്കർ അവർക്ക് കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഇമോഷണൽ വാക്വത്തിനെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, നീ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് ഇഷ്ടമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഷൗട്ട് ചെയ്യും, ഇന്ന സാധനം ഇത്ര ദിവസം മുൻപാണ് നിനക്ക് ഇത്ര രൂപയുടെ ഒരു സാധനം വാങ്ങി തന്നത്, അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇത് നടക്കില്ല എന്ന് പറയും. അങ്ങനെ നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോഴാണെങ്കിലും കുട്ടി ഫിയറിലേക്കാണ് പോവുക. ഫിയർ ഒരിക്കലും വാല്യൂസ് ബിൽഡ് ചെയ്യില്ല. ഫിയർ അവരവർക്ക്, അതായത് ചിലപ്പോൾ അവർ നമ്മളെ അനുസരിച്ചേക്കും ആ ഒരു കാലഘട്ടത്തിൽ മാത്രം. അത് കഴിഞ്ഞ് അവർ സ്വന്തം പ്രാപ്തി ആയി കഴിയുമ്പോൾ, അവർക്ക് തന്നെ ജീവിക്കാനാകും എന്ന് പറയുമ്പോൾ ആ അന്നുണ്ടായിരുന്ന ആ അനുസരണ പിന്നീട് അതൊരു വെറുപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു അകൽച്ചയിലേക്കാണ് പോവുക. ഓക്കെ, അപ്പം ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, പ്രസൻറ്റ് കൊടുക്കുന്നതിനേക്കാളും, അതായത് സമ്മാനം കൊടുക്കുന്നതിനേക്കാളും നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സാമീപ്യം അവരെ ഹീൽ ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിവെച്ച് മറ്റ് കാര്യങ്ങളിലേക്ക് അധികം ശ്രദ്ധ പോകുന്ന മാതാപിതാക്കളാണെങ്കിൽ അതെല്ലാം നീക്കി വെച്ച് അവരുമായിട്ട് ഒരു ഐ കോണ്ടാക്ട്, അവരുടെ കണ്ണിലേക്ക് നോക്കി അവരെ ഒന്ന് അടുത്തിരുത്തി അഡ്വൈസ് അല്ല കൊടുക്കേണ്ടത്. അതിന് ഒരു രീതി കൊണ്ടിയുണ്ട്. അതായത് കുട്ടി എന്തെങ്കിലും കാര്യം വന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ദേഷ്യം വന്നേക്കാം. എന്നാൽ പോലും നമ്മളൊരു ലോങ് ബ്രീത്ത് ഒക്കെ എടുത്ത് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ കാമാക്കി വെക്കണം. ഈ നമ്മുടെ ബ്രെയിൻ കാമായാൽ മാത്രമാണ് അതുമായിട്ട് നമ്മുടെ കുട്ടിക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കണ്ണിൽ നോക്കി ഷോൾഡറിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് അടുത്തിരുത്തി നമ്മൾ അവരെ ഞാൻ മനസ്സിലാക്കുന്നു, അതായത് എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറയുക. അത് തന്നെ കുട്ടിക്ക് ഫീൽ ചെയ്യും. ഞാൻ നിന്നെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കണം. അപ്പം മാത്രം, അതായത് കണക്ഷൻ വരുമ്പോൾ റെഗുലേറ്റ് ചെയ്യപ്പെടും, ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം മാത്രമേ കറക്ഷൻ വരുത്താവൂ. അപ്പോൾ
അതായത് പാരൻ്റ് കുട്ടിയോട് എന്തെങ്കിലും പറയുമ്പോൾ ഐ എൻജോയ് ബീയിങ് വിത്ത് യു, അല്ലെങ്കിൽ നീ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ്, വേറെ ഏതെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഒന്നും നീ നേടിയില്ലെങ്കിൽ പോലും, അതായത് വലിയ മാർക്കുകളോ അല്ലെങ്കിൽ മെഡലുകളോ ഒന്നും നീ കൊണ്ടുവന്നില്ലെങ്കിലും യു ആർ ഇനഫ് ഈവൻ വിതൗട്ട് ദാറ്റ് അച്ചീവ്മെൻറ്റ്സ് എന്നുള്ള ആ ഒരു ഫീലിംഗ് കുട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് പ്രസൻസ്, നമ്മുടെ ആ ഒരു സാമീപ്യം കൊണ്ട് അവർക്ക് കൊടുക്കാവുന്ന പ്രസൻറ്റ് എന്ന് പറയുന്നത്. അതായത് പാരൻസ് ആങ്ഷ്യസ് ആയാൽ ചൈൽഡും ആങ്ഷ്യസ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിയെ ചേർത്ത് പിടിച്ച് അവരുടെ ബ്രെയിനിന് സേഫ്റ്റി ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു സേഫ്റ്റി അവരുടെ ബ്രെയിൻ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മെറ്റീരിയൽസ് ഹങ്കർ നാച്ചുറലി കുറയും. ഓക്കെ, അപ്പോൾ കുട്ടിയുടെ ഉള്ളിലെ ശൂന്യത പണം കൊണ്ടല്ല നിറയ്ക്കാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ആ ഒരു സാമീപ്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയവും അവരുടെ ഹൃദയവും നിറയും. പിന്നീട് മറ്റു കാര്യങ്ങളിലേക്ക് പുറം ലോകത്ത് നിന്ന് അധികം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കുട്ടികൾ ആഗ്രഹിക്കില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു.